എന്താ വിശേഷം? സുഖല്ലേ? പിന്നെ എന്നോട് കുറെ ആളുകളായി ആ കേസിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ അങ്ങനെ പറയുന്നു. കാരണം ഞാനത് എനിക്ക് പുറത്ത് വിടേണ്ട അതിന്റെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പുറത്ത് വിടാത്തത്. പിന്നെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഇന്നലെ ഇനി വൈഫിനെ എല്ലാം വിളിപ്പിച്ചിരുന്നു. അവര് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ വീഡിയോസും ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തു. എന്നിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതിന്റെ ഒക്കെ വകുപ്പ് ചാർത്തിയിട്ട് ഇന്നലെ FIR ഒക്കെ ഇട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻ ഞാൻ പതുക്കെ അറിയിക്കണ്ട്. ഇന്നലെ ഇപ്പൊ അവിടെ നടന്നത് ഫുള്ള് അറിയിക്കാൻ പറ്റൂല. കാരണം ഇതിപ്പോ എന്റെ മാത്രല്ലല്ലോ, വേറെ ഇതിന്റെ മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ. ഇവർക്കിപ്പോ ഇത് സ്ഥിരം തൊഴിലാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ടും എന്റെ വീഡിയോസ് എന്ത് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടെ ഇഷ്യൂ ഉണ്ടായത് എന്നുള്ളപ്പോ ഞാൻ എന്റെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് പറയുന്നത് അത് കേട്ടിട്ട് അവരെന്നെ പറയാ, അയ്യോ എന്താപ്പത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതാ പറയുന്നത്, ഒരു മാതാവിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ. അതിനെ കുറിച്ചൊരു പൗരനെന്ന നിലക്കാണ് ഞാന് പിന്നെ ഇതിന് റിയാക്ട് ചെയ്തത്. അതിനെ കുറിച്ചിട്ടൊരു സാധാരണ പൗരൻ എന്ന നിലക്കാണ് ഞാൻ അതിനെ എതിർത്ത് എന്റെ ഒരു അഭിപ്രായം എന്നുള്ള രൂപത്തിൽ എന്റെ ചാനലിൽ ഞാൻ ഇട്ടത്. അപ്പൊ അത് ഭയങ്കര മാനക്കേടുള്ള കാര്യമായി. സ്വന്തം തള്ളനെ പറയണത് മുഴുവൻ ഇതിലെടുത്ത് വാരി വലിച്ചിട്ടിട്ട് അതിന് കുഴപ്പമില്ല. അതിനെ കുറിച്ചിട്ട് പറഞ്ഞവർക്കാ കുഴപ്പം. മറ്റേ ആടുജോലി ഇപ്പം പറയുന്ന മാതിരി മറ്റേ മരുന്ന് നിറച്ചവർക്കും വെടി പൊട്ടിച്ചവർക്കും കുഴപ്പമില്ല, പക്ഷെ ഒച്ച കേട്ട നമുക്കാ കുഴപ്പം. എങ്ങനെ? അതേമാതിരിയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. സംഗതി ഇപ്പോ ഇവർക്കൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ പിടുത്തം കിട്ടിയിരിക്കുന്നു. പിന്നെ എനിക്കെതിരെയുള്ള കേസ് അത് വമ്പൻ കോമഡിയാ. ഞാനും എന്റെ വാപ്പയൊക്കെ കേറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയില് ഏതൊട്ട് തെറ്റ് വരെ കണ്ടതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ കേസ് എടുത്തോളി സാറേ, ഒരു കുഴപ്പമില്ല. ഓൾ എങ്ങനെ പറയുന്ന വെച്ചെങ്കിൽ അതുപോലെ നിങ്ങൾ FIR ഇട്ടിട്ട് എനിക്കെതിരെ കേസ് എടുത്തോളി. ഒന്നും തെളിവില്ലാതെ ആരും കൊണ്ടുപോയിട്ട് നമ്മളെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. എല്ലാരും കണ്ടു കാണും തൊട്ട് Z വരെ. മാക്സിമം ഞാനൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊറേ അവിടെ കടന്ന് കഥകളി കളിച്ചു നോക്കി. ഞാനും തന്നെ ഒക്കെയാണ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതാ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയില്ലേ, അതന്നെ ഉണ്ടായി. ആ ബുദ്ധി അവിടെ ഉപയോഗിച്ചുകൊണ്ട് എന്തായി അറിയോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ എന്റെ പേരിൽ എന്ത് കേസ് കൊടുത്താലും ശരി, ഞാൻ എപ്പ ഗൾഫിക്ക് പോകണം എപ്പ ഗൾഫിക്ക് വരണം എന്ന് ഞാൻ തീരുമാനിക്കും. അത് അങ്ങനെ നടക്കും. അല്ലാതെ ഓളൊരു കേസ് കൊടുത്തോണ്ടൊന്നും എന്റെ പോക്ക് തടയാൻ കഴിയൂല. പോക്ക് തടയാൻ കഴിയും എങ്ങനെ അറിയോ, നമ്മൾ സ്ഥിരം കേസിന് ഹാജരാവണില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ. ഇത് ഇങ്ങനെ 4 മണിക്കൂർ റൺ ചെയ്ത് അവിടെ എത്തും. അപ്പോ അത് കുഴപ്പമില്ല സാറേ, അത് ഞാൻ എപ്പോ വേണേലും കേസിന് ഹാജരാകാം. കാരണം നമ്മൾ സ്വന്തമായിട്ടുള്ള പരിപാടിയാ, ഒരു അറബിയുടെ കീഴിൽ നിന്നിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല. എപ്പോ വേണമെങ്കിലും വരും പോവും ചെയ്യാം, അത് കുഴപ്പമില്ല. അവൾ എന്താ പറയുന്ന അതുപോലെ നിങ്ങൾ കേസ് എടുത്തോ. പിന്നെ അത് ജെന്യൂനാണോ അല്ലേ എന്നുള്ളതിന് അവളുടെ ഭാഗത്തുനിന്നുള്ള തെളിവ്, ഞാൻ എന്റെ ഭാഗത്തുനിന്നുള്ള തെളിവും ഞാൻ സബ്മിറ്റ് ചെയ്തോളാം. അപ്പൊ എന്റെ ഏറെക്കുറെ ഞാൻ എല്ലാം അതിന്റെ വൃത്തിയിൽ കട്ട് പീസ് ആക്കിയിട്ടോ അല്ലാണ്ട് ഒക്കെ കറക്റ്റ് വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റെപ്പായിട്ട് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നെയും വൈഫിനെയും വിളിച്ചിട്ട് ഇന്നലെ ഞങ്ങളെ മുഖാന്തരമാണ് ഇന്നലെ ഇത് ഇവര് കാണുന്നത്. പിന്നെ ചൈൽഡിൽ നിന്ന് വിളിച്ചിരുന്നു, ചൈൽഡിൽ നിന്ന് ഒരു 3-4 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ അവര് മറ്റേ കേസിന്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് എന്നോട് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാടത്തെ ചൈൽഡിന്റെ എന്തായാലും സൂപ്പറാട്ടോ. അവര് നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അത് കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. അവരെന്നെ മോൾക്ക് വിളിച്ചു പറയുന്നുണ്ട്, അവരെന്നെ അതിന്റെ നടപടി കാര്യങ്ങളും എല്ലാം ഒക്കെ നമ്മളെക്കാൾ ഉഷാറിൽ അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇത് ഇപ്പൊ എന്റെ ഒരു മാത്രം വിഷയമല്ലല്ലോ, ഇതിനു മുമ്പും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഇവളുടെ പേരിലുള്ളത് കൊണ്ട് കാര്യങ്ങള് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മളൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ മറ്റേ അവളുടെ അക്കൗണ്ട് കയറിയിട്ട് തന്നെ ഇന്നലെ അവളുടെ ലൈവിന്റെ എല്ലാതും എടുത്തു എല്ലാം കാണിച്ചു കൊടുത്തു. ഞാൻ അത് ഓൾറെഡി ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിരുന്നു. കാരണം എപ്പോഴാ മനസ്സ് മാറുക, എപ്പോഴാ ഡിലീറ്റ് ചെയ്യാറാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ടും പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ടും അല്ലാണ്ടും ഒക്കെ ഞാൻ വെച്ചിരുന്നു. പിന്നെ ഏത് കൊടികത്തിയ വക്കീലാ വരുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു, അതും ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഒരുപാട് വഴുകി. കാരണം ഈ വീഡിയോസുകളും കാര്യങ്ങളും ഇതൊക്കെ നോക്കാനായിട്ട് ഞാനും വൈഫും ഇന്നലെ കാര്യമായിട്ട് അവിടെ തന്നെ ആയിരുന്നു. എന്താ പറയാ, മറ്റേ ഇവര് ഈ വീഡിയോ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിയണ്ടേ. പിന്നെ അതിന്റെ വൈഫിന്റെ മാത്രം കേട്ടോ ഇന്നലത്തേത്. പിന്നെ വാപ്പാടെ ഉണ്ട്, ഉമ്മാടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. കാരണം വാപ്പ വേറെ ഇത് കൊടുത്തുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
പിന്നെ വീട്ടിൽ കയറിന്റെ അതിന്റെ വാപ്പാടെ വീടാണല്ലോ. അപ്പൊ വാപ്പാക്ക് അതിന് റൈറ്റ്സിന്റെ വാപ്പ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ പരാതി ഞാൻ ഇന്നലെ അവിടുന്ന് ഞാൻ കണ്ടു. അതിൽ തന്നെ പറഞ്ഞിരിക്കണത് ഞാനും വാപ്പയും കയറി പീഡിപ്പിച്ചു, മറ്റേ അവളെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കെതിരെ പരാതി കൊടുത്തിരിക്കണേ. അത് പ്രശ്നമൊന്നുമില്ല. അതെന്താ അറിയോ, അതിന്റെ മുമ്പ് തന്നെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തത്, പെണ്ണുങ്ങളെ കേസ് കൊടുത്ത എന്താ സംഭവിക്കാന്നറിയില്ലേ, ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുത്താണ്ടല്ലോ പിന്നെ നീ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥാപ്രസംഗം ഉണ്ടായിരുന്നല്ലോ, അതും കാണിച്ചു കൊടുത്തു. ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. പിന്നെ അതിന്റെ മുമ്പുള്ള അവിടെ ആദ്യം താമസിച്ചിരുന്നിടത്ത് കുറച്ച് മജ്ലിസ് നൂർ ഉണ്ടായിട്ടില്ലേ അയലൊക്കെക്കാരായിട്ട് ആ റോട്ടിലൊക്കെ ഇറങ്ങിയിട്ട്, അതും കാണിച്ചു കൊടുത്തു. പിന്നെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് അവള് പറയുന്ന ഫുള്ള് തെറിയും ഫുള്ള് വീഡിയോസും സഹിതം കോൾ റെക്കോർഡ് അടക്കം ഇന്നലെ അവിടുന്ന് കേൾപ്പിച്ചു. അങ്ങനെ ഇന്നലെ മണിക്കൂർ കണക്കിന് അവിടെ ഇരുന്നിട്ടുള്ളൂ. എന്നിട്ട് തന്നെ പോന്നിട്ടുള്ളത്. അതാ പറയുന്നത്, ഇത് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ ഭംഗിയായി നടക്കുന്നുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കാനോ വിട്ട് കളയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ പെരേക്ക് കയറി വന്നിക്കണെന്ന് വെച്ചെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ളത് എനിക്കറിയാം. അതിനിപ്പൊ എത്ര വലിയ ചാവാളിപ്പട്ടിനെ അവള് കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും എത്ര വലിയ ഡ്രാമ കളിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അത് വഴിയേ മനസ്സിലാവും. ഇപ്പൊ ഏറെക്കുറെ ചാർജ് കഴിഞ്ഞ മാതിരിയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇനിയും ചാർജ് പോകും. കണ്ടോ, അത് ബാറ്ററി എന്ന് കാണിക്കും. അത് വരെ എത്തും. ഞാൻ പറഞ്ഞില്ലേ, എ തൊട്ട് സെഡ് വരെ ഉള്ളത് ഫുള്ള് അവരിരുന്ന് കണ്ടുക്കണു എന്താണ് എന്നുള്ളത്. പിന്നെ ഞാൻ DGPക്കും മറ്റേ DYSPക്കും കൊടുത്ത ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. നമ്മളിത് കൊടുത്തതും മെയിൽ ചെയ്തതൊക്കെ അതൊക്കെ ഇരുന്നിട്ട് എല്ലാം നോക്കി അതിന്റെ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക അത് മാക്സിമം അവർ ചെയ്തു തരും. പിന്നെ അവർക്ക് തന്നെ അറിയാം നമുക്കെതിരെ കൊടുത്ത കേസ് ഒരു ഡ്രാമയാണ്, അത് നിലനിൽക്കൂല എന്നുള്ളത്. കാരണം ആർക്കും ആരുടെ പേരിലും കേസ് കൊടുക്കാം, പക്ഷെ അതിന്റെ വാല്യൂ എപ്പോഴാ തെളിയിച്ചിട്ടാ അതിന് തക്കതായ എവിഡൻസ് ഉണ്ടെങ്കിൽ. എവിഡൻസ് ഇല്ലാതെ എന്താണെങ്കിലും ശരി അത് നമുക്ക് തന്നെ തിരിഞ്ഞു കൊടുക്കും. കൊത്തുന്ന് മാത്രമല്ല കുറെ വക്കീൽ ഫീസാണ് പോകുന്നേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അതിലൊരു കാര്യമല്ല. ഇതിപ്പോ എന്താ പറയാ, കുട്ടികളുടെ പേരിലുള്ളതും എന്റെ വൈഫിന്റെ പേരിലുള്ളതും വൈഫ് കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിക്ക് കയറി വന്ന് എന്റെ ഉപ്പയും കൊടുത്തിട്ടുണ്ട്, ഉമ്മയും കൊടുത്തിട്ടുണ്ട്. അപ്പോ അതങ്ങനെ ഒരു സെക്ഷനാ. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എന്താ വെച്ചിട്ടാ കൊടുക്കാത്തത്, എന്റെ പേരിക്ക് ഏതായാലും വരുന്നുണ്ടല്ലോ, അപ്പൊ അതും കൂടി നിർത്തി ഞാനത് കൊടുക്കാൻ വിചാരിച്ചിട്ടാ ഇപ്പൊ ഇവരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോ എല്ലാ കെട്ടും അടങ്ങും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇവളുടെ വീഡിയോ ഒരു മനുഷ്യനെ കൊണ്ട് കാണാൻ കഴിയൂല. ഇവള് കാണിച്ചത് ഒക്കെ തലയിൽ കയ്യച്ചിരിക്കുക. ഇത് കണ്ടിട്ടേ ഒരു ഉമ്മാനെ പറയുന്നത് കേട്ടിട്ടില്ലേ, നീ അങ്ങനത്തെ ഓളാണ് ആരിഫ, നീ ഇങ്ങനത്തെ മോളാണ് ആരിഫ എന്നൊക്കെ പറഞ്ഞിട്ട് കഥാപ്രസംഗല്ലേ. അതൊക്കെ അങ്ങനെ കണ്ടപ്പോ ബല കിളി പാറിക്കും. അറിയോ നിങ്ങക്ക്? ആ ഇന്നയാണ് മറ്റേ ലൈവ് വന്നോടുകൂടെ തന്നെ ലൈവ് ഇട്ടിട്ട് മറ്റേ തിരിച്ചു ഓടുന്നത് അടക്കം ലൈവിലുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാനാണ് കയറി തച്ചു, ഞാനാണ് കയറി പീഡിപ്പിച്ചു, അല്ല എന്റെ ഒപ്പ കയറി തല്ലി, എന്റെ ഒപ്പ കയറി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് മായാവിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യന്മാരിരുന്നു ഒരു ഉളുപ്പും ഇല്ലാതെ പോയിട്ട് പറഞ്ഞു കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന ഒരു കഥയാണ് ഇപ്പൊ. പീഡിപ്പിച്ചു, കേസ് കൊടുത്തു. ഉള്ള വിചാരം അതൊക്കെ പണ്ട് ഒരു പീഡന കേസിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഇല്ലാത്ത പേരിൽ കംപ്ലൈന്റ് കൊടുത്ത അവര് പെടുന്നത്. ഇന്ന് അങ്ങനെയൊന്നും അല്ല. ഇന്ന് എല്ലാത്തിനും എല്ലാതരം എന്താ പറയാ തെളിവുകളുടെ ആയാലും ശരി അല്ലാത്തതായാലും ശരി ഒക്കെ നമുക്ക് നിരത്താൻ ഒരുപാട് എവിഡൻസ് നിരത്താൻ ഒരുപാട് സിറ്റുവേഷനും സാഹചര്യങ്ങളും ഉള്ള കാലത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരാളുടെ പേരിൽ അങ്ങനെ പോയാണ് കേസ് കൊടുക്കാൻ പറ്റൂല. പണ്ടായിരുന്നെങ്കിൽ ഓക്കെ. പിന്നെ ഇപ്പൊ ഈ കേസ് കൊടുക്കാൻ പോണത് മുസാഫിന്റെ നടുക്കണ്ടാണല്ലോ. ഒരാളുടെ പേരിൽ അങ്ങനെ വണ്ടി ചെന്നാൽ മറ്റേ കള്ളക്കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. പിന്നെ കൊടുക്കാം, ഒരു ആരോപണമായിട്ട് കൊടുക്കാം, പക്ഷെ അത് തെളിഞ്ഞു വന്നാലേ നമുക്ക് അതിനെ പേടിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പ്രശ്നമല്ല. പിന്നെ ഇതിന്റെ പേരിൽ ഇന്റെ പോക്കോ ഇന്റെ വേറുള്ളതോ ഒന്നും ഒരു പ്രശ്നം വരില്ല. അതൊക്കെ അതിന്റെ കാര്യങ്ങൾ അതിന്റെ മുറക്ക് അതിന്റെ ഭംഗി തന്നെ നടക്കും. അപ്പൊ സത്യത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായിക്കണ അറിയോ, ഓലപ്പടക്കം നനഞ്ഞിട്ട് തീ കൊടുത്ത മാതിരി ആയിക്കണു എന്ന് പറഞ്ഞിട്ടൊരു പുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇരിക്കണോടത്തും ഇറങ്ങാൻ പറഞ്ഞപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ അവിടെ ഇരിക്കുക എന്നല്ലാതെ തൊട്ട പെരല്ലേ, തൊട്ട പെരക്കാർ പോലും ഇവളോട് മുണ്ടൂല. ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഗതികേട്. അതായത് 2 സ്റ്റെപ്പ് വീടാ, താഴെയും മോളും. അതിൽ മുകളിലാണ് ഇവള് ഇരിക്കുന്നത്. താഴെയുള്ളവര്
ഇവളെ 1 കിലോമീറ്റർ അപ്പുറത്ത് കണ്ടാൽ തന്നെ ജനലും വാതിലും അടക്കും. ഗുണം കൊണ്ടാണ്. എന്തായാലും ഇപ്പൊ അവിടുന്ന് ഇറക്കി വിടുകയെന്നാ കേട്ടത്. ഇനിയിപ്പോ എവിടേക്ക് പോകാനാന്ന് അറിയില്ല. എന്തായാലും അതങ്ങനെ അലിയും. അത് അങ്ങനെ തന്നെ ഉള്ളൂ. സമൂഹത്തിന് നിലയും വില ഇല്ലെങ്കിൽ പിന്നെന്താ? പിന്നെ ഒരു വട്ടിയുടെ വിലയും കൂടി ഉണ്ടാവൂല ആരുടെ മുമ്പ് ചെന്നാലും. പിന്നെ ഓളെ ഉമ്മാനെയൊക്കെ പറഞ്ഞു, അതില് മറ്റുള്ളവരൊക്കെ കുറെ തെറി പറഞ്ഞു. ഇതൊക്കെ എന്നും നിലനിൽക്കുന്ന വിചാരിച്ചിരിക്കണത്. പിന്നെ വേറൊരു കോമഡി കൂടി ഉണ്ട്. എന്താ അറിയോ? മറ്റേ ക്രീമിന്റെ പൊന്നാര മക്കളെ, അതൊക്കെ നിങ്ങൾ ആരെങ്കിലും ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ പറയാ, അതൊന്നും വാങ്ങി തേക്കരുത്. ഇതിന്റെ കോസ്റ്റ് ആകെ ഉണ്ടാക്കാൻ വരുന്നത് 320 ഉറുപ്പ്യ. ഇത് വിൽക്കണതോ 1800. ഇതിൽ എന്താ വെച്ചിട്ട് മറ്റേ കൃഷിക്കടിച്ചിന സാധനങ്ങളൊക്കെ ഇതിൽ കൂട്ടുന്നത്. കയ്യിലടക്കത്ത് തേക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് മുഖത്ത് വാരി തേക്കണത്. അത്രയും ഡേഞ്ചർ പിടിച്ച സാധന. അറിയോ നിങ്ങക്ക്? എന്ത് കണ്ടിട്ട് ഞങ്ങൾ ഇത് വാങ്ങി തേക്കണു? ഈ തേച്ച ഓളെന്ന് കണ്ടോക്കാണ് നിങ്ങള്. അപ്പൊ അറിയാം നിങ്ങക്ക്. ഇറച്ചിയും പുളിയും വെക്കണ കുടുക്കിയാണ്. കണ്ടോക്കെ. ആരുടെയും ബോഡി ഷെയിം ചെയ്യല്ല. പക്ഷെ ഇത് തേച്ചിട്ടു ഇതാ കോലച്ചെങ്കിൽ പിന്നെ എന്തിനാ തേക്കും? ഇത് തേക്കാത്ത അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഒരു കറുത്ത ഒരാളെ നമ്മൾ പറയുമ്പോഴാണ് ഇതിന് ഒരു എന്താ പറയാ ബോഡി ഷെയിം ചെയ്യല്ലേ. പക്ഷെ വെളുക്കാൻ വേണ്ടി ഇതൊക്കെ പാടെ കാട്ടിക്കൂട്ടിയിട്ട് ഇത് അതേ കോലം തന്നെയാണെങ്കിൽ പിന്നെന്താ പറഞ്ഞ? നിങ്ങൾക്ക് അത്ര വെളുക്കാൻ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ കാര്യം സുബൈക്ക് 5 മണിക്ക് നീച്ചിട്ട് ഈ കോഴിമുട്ടയുടെ വെള്ളല്ലേ, ഈ കോഴിമുട്ടയുടെ വെള്ളം ഒഴിവാക്കിയിട്ട് ആ കുഞ്ചി മാത്രം മുഖത്ത് നന്നായിട്ട് ഇതാക്കുക, പിന്നെ പുരട്ടുക. എന്നിട്ട് അത് നല്ലോണം ഡ്രൈ ആയിട്ട് ഉണങ്ങൂലേ? ആ ഉണങ്ങണ സമയത്ത്, അതായത് ചുരുങ്ങിയത് ഈ രാവിലെ ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 4:30 മണിക്ക് സുബൈക്ക് ഇത് തേക്കണം. മാക്സിമം ഒരു 2 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, വെളുക്കും. പക്ഷെ വെളുക്കണത് നേരായിരിക്കും. കറക്റ്റ് 7:30 മണിയാകുമ്പോഴത്തേക്ക് നല്ല നേരം വെളുത്തിട്ടുണ്ടാവും. ആ വെളുപ്പാണ് എന്നാലും നല്ലത്. ഇവളെ ക്രീം വാങ്ങി തേക്കണ നേരം. ഇവളെ ക്രീമിന്റെ ഡേഞ്ചർ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഇന്നലെ ഫുള്ള് ചർച്ച ചെയ്യുന്ന അവിടെ. അതിലും നല്ലത് നിങ്ങൾക്ക് വല്ല കുരുടാനും വാങ്ങി മുഖത്ത് വെക്കണേ. അറിയോ? അത്രയും ഡേഞ്ചറാണ് ആ സാധനം. ഇതില് ഈ സ്വന്തം പേരിൽ ഇറക്കിയപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ ഇതിന്റെ ഇത് വേറെ ആർക്കും ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ തേച്ച് മാറി എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ പരീക്ക ചെല്ല. എന്താ കാര്യം? ഓളെ ലൈവ് ഇട്ട് അവിടെ ഇരിക്കണുണ്ടാവും. നിങ്ങൾ കൊഞ്ഞനം കാട്ടിന് പോരേണ്ടി വരും. അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കരുത്. ഇന്നലെ ലൈവിൽ വന്നിട്ട് ആരോ പറയുന്നുണ്ട്, പൈസ കഴിഞ്ഞതിന്റെ കണക്ക് ഇങ്ങനെ പറയുന്നു. പൈസ ഇല്ലാത്തൊരു കുറവേ ഉള്ളൂ, ബാക്കി എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടെന്ന്. അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ ബയോയില്. അതിക്ക് ഇങ്ങനെ കേറാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നത്. ഇവിടെ എല്ലാ ആളുകൾ തന്നെ പറയുന്നത് എന്താ അറിയോ? ഇവള് വെച്ചുണ്ടാക്കൊന്നുമില്ല അത്രേ. ഇവൾക്ക് ഇങ്ങനെ അക്കൗണ്ടിക്ക് പൈസ ഇങ്ങനെ മറിയ, ഇതും കൊണ്ട് ഹോട്ടലിൽ കൂടെ കേറിയിട്ട് ഇങ്ങനെ നക്കുക. ഇതന്നെ പരിപാടി. എന്തായാലും ജനങ്ങൾക്ക് ഇപ്പൊ കുറെയൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ അങ്ങനെ പൈസ ഒന്നും ആരും അയച്ചു കൊടുക്കണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ തമ്മാടിത്തരത്തിനല്ലേ പൈസ അയച്ചു കൊടുക്കണത്. ഓള് കാരണം ഓളെ കെട്ടിയോ തൂങ്ങി മരിച്ചു, എന്നിട്ട് ആ കെട്ടിയോ അല്ലാന്ന സാധാരണത്തില് പൈസ അയച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? ഈ ചങ്ങായിയുടെ കൂടെ അവിടെ മറ്റേ ഒക്കാസിന്റെ അവിടെ പണിയെടുത്തിരുന്നൊരു ചങ്ങായി ഉണ്ടായിരുന്നു. ആ ചങ്ങായി ഈ ചങ്ങായിക്ക് സുഖം എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത്രക്കും എടങ്ങേറായിക്കണെന്ന്. എന്നിട്ട് അത്ര പോയി തൂങ്ങിക്കണത്. കേക്കണം. ഇതൊക്കെയാണ് ഇവളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഓള് കുറെ പുട്ടിയും വാരി തേച്ച് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാതിരി വേറെ ആരും ഇല്ലാന്ന്. സ്വന്തം തള്ളയെ മറ്റേ ഇജാതി കോലത്തിൽ നാറ്റിച്ച് തന്നെ ഇങ്ങള് സൂപ്പർന്ന് കമന്റ് അടിച്ചിന് എത്ര ആളുകൾ ഉണ്ടല്ലോ. നിങ്ങളെന്നും അല്ലോട്ടെ ഞാൻ പറയണേ, നിങ്ങളൊക്കെ കുറച്ച് വകതിരിവുള്ളതെന്നറിയാം. പക്ഷെ അതിന്റെ ഇടയിലും എന്താ ഉമ്മാൻ ആ കോലത്തില് ഉടുതുണിയില്ലാതെ നിർത്തി വീഡിയോ ഇട്ട് അതിന്റെ അടിയിലും സൂപ്പർന്ന് എഴുതിയ ടീമുകളുണ്ട്. അറിയോ നിങ്ങൾക്ക്? അതാണ് കോലം. അപ്പൊ പിന്നെ നമ്മളെ കാര്യമൊന്നും പറയണ്ടല്ലോ. സ്വന്തം തള്ളനോടും സ്വന്തം കെട്ടിയനോടും ഇല്ലാത്ത ഒരു ദയ അവളോടുന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. ആരെ കൊന്നിട്ടായാലും ഓള് കായുണ്ടാക്കും. ആ ചിന്തയും കൊണ്ട് നടക്കണോള ഓള്. അപ്പൊ അതുകൊണ്ട് ഓളെ നന്നാക്കാനൊന്നും ഇന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ പറ്റൂല. പക്ഷെ എന്താ അറിയോ, ഓളെ തെമ്മാടിത്തരം അത് പറയാതെ, അത് ഞാൻ ഓൾക്കെതിരെ പറയാണ് എന്ന് പറഞ്ഞിട്ട് അത് നിർത്താനല്ലേ ഇപ്പോൾ ഈ കാട്ടിക്കുട്ടിയതൊക്കെ. അവളെ ഈ തെമ്മാടിത്തരം ഞാൻ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലല്ലേ ഓൾ എന്റെ വീട്ടിലേക്ക് വന്നതും എന്റെ ചെറിയ മക്കളെ വരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ തെറി വിളിച്ചതും. സത്യത്തിൽ ഇവൾക്ക് പണി പാളിയത് എവിടെ അറിയോ? ഇവള് മറ്റുള്ളവരത്തൊക്കെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോ ഓലെന്ത് ചെയ്യും? ഒരു ഉന്തോ തള്ളോ കയ്യാങ്കളിയോ നമുക്കൊക്കെ പോവും. അപ്പൊ ഇവളാണ് പറയും എന്നെ പേടിപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് കേസാണ് കൊടുക്കും. അങ്ങനെയാണ് ഓലൊക്കെ പേരിൽ കേസ് വന്നത്. ഇന്റേത് അതിന് പഴുതില്ല. ഇന്ത്യ ഓൾക്ക് അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതിന് എവിഡൻസ് ഇല്ല.
കാരണം അതിന്റെ എ തൊട്ട് സെഡ് വരെ ഇന്റെ അടുത്തും അവളുടെ അടുത്തും ഫുള്ള് വീഡിയോ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം അതിലില്ല. കാരണം എന്റെ വീഡിയോയില് അവള് വന്ന് കയറിയ മുതൽ പോണ വരെയുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ മായാവി ആയിട്ടൊന്നും ഞാൻ കയറി പീഡിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ടൊന്നും അതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. പിന്നെ ഈ തമ്മാടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് പിന്നെ വീഡിയോ നിർത്തിക്കും, എന്റെ പെരീക്ക് വന്നിട്ട് അതാക്കും ഇതാക്കും കേസ് കൊടുക്കും പോക്ക് മുടക്കും എന്നൊക്കെ അവള് മുമ്പത്തെ ലൈവില് പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? എന്തെങ്കിലും നടക്കുവോ? എന്നിട്ട് ഞാൻ എത്ര വീഡിയോ ചെയ്തു? ഈ വീഡിയോ അടക്കം ഞാൻ എത്ര വീഡിയോ ചെയ്തു പറ. പക്ഷെ ഈ നിന്റെ വീഡിയോ എന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസ്കാരം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതും ഇതും തമ്മിൽ കൊല്ലങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് എന്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഇന്റെ ഒരു മാന്യത ഉണ്ട്. കുറെ തെറി പറച്ചിലോ കുറെ മറ്റേ അനാവശ്യം വിളിക്കലോ അതാണ് ഇജ്ജ് കാണുന്ന ഏറ്റവും വലിയ അഹങ്കാരം, ഏറ്റവും വലിയ മാന്യത. പക്ഷെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല. കാരണം ഇത് മറ്റുള്ളവരൊക്കെ കാണുന്നതാണെന്നുള്ളൊരു ബോധം എനിക്കുള്ളത് കൊണ്ട് തെറി കണക്ക് എത്ര വേണമെങ്കിലും പറയാം. അതിനെനിക്ക് പ്രശ്നമല്ല. പക്ഷെ അതിലപ്പുറത്തേക്ക് എന്നെ കൊണ്ട് ഒന്നും നടക്കൂല. അത് എനക്കും ബോധ്യാണ്. എന്നിട്ടിപ്പോ എന്തായി? ഇത്രയും തെറി പറഞ്ഞിട്ട് ഇക്കണ്ട കാട്ടിക്കൂട്ടലും വീഡിയോ ഇടലും നിർത്തിയോ ഞാന്? ഇല്ല. എന്നെ കൊണ്ട് കയ്യോ നിർത്തിക്ക? ഇല്ല. അപ്പൊ അങ്ങനെ കൊണകൊണകൊണന്ന് കൊണച്ചവിടെ ഇരുന്നോ കേട്ടോ. അല്ലാതെ എന്നെ കൊണ്ടൊന്നും ഇത് കൂട്ടിയാ കൂടില്ല. ഞാൻ പറഞ്ഞിരുന്നില്ല അന്ന് തന്നെ ഇത് നടക്കൂലെന്ന്. ഇതൊക്കെ ജാറിനെ വേണേലും കാണിച്ചോ, എനിക്ക് പ്രശ്നമല്ല. കാരണം എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. നിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഫാമിലിനെ ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലോ പറയാൻ പറ്റാത്ത ഒരു തെറിവാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല. ഇന്നലെ ഞാൻ തന്നെ എന്റെ വീഡിയോസുകൾ ഫുള്ള് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ എന്തൊക്കെയാ ചെയ്തത്, ഏതൊക്കെയാ ചെയ്തത്. കാരണം ഇത് എന്തിന്റെ പേരിലാണ് ഇഷ്യൂ തുടങ്ങിയെന്നുള്ളത് അവർക്കറിയണല്ലോ. അതിന് വേണ്ടിയിട്ടൊക്കെ കണ്ടു. അവരാരും എന്റെ ഒരു തെറ്റ് കണ്ടിട്ടില്ല. അപ്പൊ നിനക്കറിയാം എന്റെ വീഡിയോയിൽ ഒരു തെറ്റും കാണാൻ കിട്ടൂലാതെ. അതുകൊണ്ടല്ല ഇപ്പൊ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിക്കണത്. അത് തൊണ്ടയിൽ തട്ടാതെ അങ്ങനെയാണ് വിഴുങ്ങ. പോലീസുകാര് ചോറല്ലേ തിന്നണത്. ഓൽക്ക് ഓലതായ ഒരു ബുദ്ധിയില്ലേ? ഓല അന്നേക്കാ എത്ര വലിയ ക്രിമിനൽസിനെ കണ്ട ആളുകളല്ലേ. അപ്പൊ ഓലടുത്ത് ഇജാതി പൊറാട്ട നാടകം കൊണ്ട് ചെല്ലുമ്പോന്ന് ആലോചിച്ചൂടെ? പിന്നെ വക്കീല്, കൊടികത്തിയ വക്കീൽ വന്നാലും എനക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേ. ഇനി വക്കീലിന്റെ കാര്യമുണ്ട്, അത് സർപ്രൈസാ. അത് ഞാൻ വേറെ തരാം. എന്നിട്ട് പിന്നെ നിങ്ങളെ വർത്താനം എന്താ? അതിന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് ഈ കേസിനെ കുറിച്ചിട്ടുള്ള ഇപ്പൊ ഇന്നലെ ഉണ്ടായ വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ ബാക്കിയുണ്ട്, ഇതിന്റെ കുറച്ച് വേർഷനും കൂടി ഉണ്ട് വരാന്. അത് ഫുള്ളായിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്തറിയോ, ഇത് ഞാനായിട്ട് പുറത്ത് വിട്ടു എന്നുള്ളത് മനസ്സിലാവും. അത് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത്. അല്ലാതെ ഇപ്പൊ ഓള് വരയിലും വന്നാണ് തെറിയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓളെ അങ്ങോട്ട് വെറുതെ വിടുന്ന വിചാരിച്ച് അത് ഓൾക്ക് തോന്നല. ഓള് ഇനിയൊരു വരിക്ക് ഇന്റെ വരിക്ക് എന്നല്ല, ഓളിഞ്ഞി മാറ്റി എത്രണ്ണത്തിന് ജനിച്ചാണെങ്കിലും ശരി ഒരു വരിക്ക് ഓളത് തൂക്കി പിടിച്ചു പോകൂല. ഓളെ കേട്ട ഇതോടുകൂടെ ആ ബലൂണത്തെ കാറ്റ് ഇതോടുകൂടെ പോയി. അത് നിങ്ങക്ക് മനസ്സിലാവും. ഇനിയൊന്നും ഓള് കേറട്ടെ. അജാതി പണിയാണ് ഓൾക്ക് വരാൻ പോണത്. കൊരക്കേ ചെയ്യുള്ളൂ, ഓള് കടിക്കൂല. മനസ്സിലായോ? ഓളൊക്കെ പേടിച്ച്, ഞാൻ പറഞ്ഞില്ലേ, ഓളൊക്കെ പേടിച്ചിട്ട് ജീവിച്ചേണ്ട ഒരു കാലം വന്ന ഓള് ഇതുവരെ കണ്ട ആണുങ്ങളെ മാതിരി അല്ല ഞാന്. അത് ഓൾക്ക് ഈ കുറച്ച് ദിവസം കൊണ്ട് മണ്ണാർക്കാട് നിന്നപ്പോ തന്നെ നേരെ തിരിഞ്ഞിട്ടുണ്ടാവും. ഓള് മറ്റേ ഇവിടെ ഒരു എന്താ പറയാ ഡ്രസ്സ് കട ഉണ്ട് ചെക്കന്മാരിരിക്കണേ. ചെക്കന്മാരത്തി ഞാന് അതിന്റെ ഓണർക്കാ ഞാൻ വിളിച്ചത്. അപ്പൊ തന്നെ ഓൻ പറഞ്ഞിരുന്നു, ഷെരീഫെ എനിക്ക് ഒരു ബന്ധമല്ല കേട്ടോ ഓളായിട്ട്. ഞാൻ ഈ വീഡിയോസ് ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ ഇവിടേക്ക് അവളെ അടുത്ത് സ്റ്റാഫ് ഉണ്ട്, ആ ചെക്കനെ കാണാനാ വന്നീന്ന്. അവളെ ബർത്ത്ഡേക്ക് കുറച്ച് ചോക്ലേറ്റും കൊണ്ടൊക്കെ വന്നീത്രേ അവിടേക്ക്. ആ ചെക്കൻ പറയണേ അങ്ങനെയുള്ള പരിചയമാക്കുവോ ഞാന്, അല്ലാതെ ഒന്നുമില്ല. അതും ഞാൻ നിർത്തി, അൺഫോളോ അടക്കം ഞാൻ ചെയ്ത് കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരിക. അവള് മണ്ണാർക്കാട് വലിയ പുടിപാടില്ല ആളാട്ടോ. അപ്പൊ പാർട്ടിയുടെ കാണുന്നോടത്ത് വെച്ച ആളുകൾ തുപ്പുക, അറിയോ നിങ്ങക്ക്? അത്രക്ക് വെറുപ്പ ജനങ്ങൾക്ക് ഇവിടെ. കാണുന്നോടം വെച്ച് തുപ്പുകയാണെന്ന് അങ്ങനെ ആയിക്കണു. അതുകൊണ്ടൊക്കെ തന്നെ ആ ചാർജ് അങ്ങനെ ഇറങ്ങിപ്പോയിക്കണത്. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതാ. ഞാൻ എന്താന്ന് ഈ നാട്ടുകാർക്ക് നല്ല പോലെ അറിയാം. അപ്പൊ എന്നോട് ഈ കാണിച്ചതും ഈ പറഞ്ഞതും അത് എന്തിന്റെ പേരിലാണെന്നുള്ളതും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം. അപ്പോ അതുകൊണ്ട് ഇന്ന നാട്ടുകാർ ഒരിക്കലും ഒറ്റപ്പെടുത്തേ കുറ്റപ്പെടുത്തേ ചെയ്യൂല. ഇനിയും പറയണം തന്നെ പറയണത്. ഒരിക്കലും വിടരുത്, ഇനിയും പറയണം തന്നെയാണ് പറയുന്നത്. ആ കടയിക്കോൾ ഇങ്ങനെ വലിഞ്ഞു കയറിപ്പോയിന്നു ഡ്രസ്സ് കടയിക്ക്. അവിടുത്തോലൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വെല്ലുവിളിയൊക്കെ നടത്തിക്കണേ. മണ്ണാർക്കാട്ടിക്കൊണ്ട് വാ, എന്റെ നാട്ടിലത്തെ ചെക്കന്മാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും ഇത് ചെയ്യിപ്പിക്കും. ഇനി അങ്ങോട്ടാണ് കയറിയ മുട്ടുകാലം നച്ചു മുറിച്ചെന്ന് പറഞ്ഞ ചെറുക്കന്മാർ, അറിയോ?
അപ്പൊ അതും പോയി. ആകെ ഒരു ചെറുക്കനായിട്ട് കമ്പനി ഉണ്ടായിരുന്നു, ഒരു മഹാഭാവം പിടിച്ച ചെറുക്കൻ. ആ ചെക്ക അപ്പൊ തന്നെ ഉണ്ട്, ചെറിയ ചെക്കനാണേ, ചെറിയ ചെക്കൻ. എന്നോട് പറഞ്ഞിട്ട് ഷെരീഫാക്കോ ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് നിങ്ങളായിട്ട് ആ പ്രശ്നം എന്ന് അറിഞ്ഞ. അപ്പൊ തന്നെ ഞാൻ അൺഫോളോ ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അയച്ച പരിചയം. ഇഞ്ഞടുത്ത് ഇനി വിളിച്ചും ചെയ്യരുത്, മെസ്സേജ് ആക്കുകയും ചെയ്ത് ഇങ്ങോട്ട് കയറുകയും ചെയ്യരുത് എന്ന് തറപ്പിച്ച് പറഞ്ഞേക്കണു. മര്യാദക്ക് ഇവിടെ നിന്ന് ജീവിച്ചാ മതിയായിരുന്നു. വളരെ ഗുണ്ടിയാകാൻ നോക്കിയതാ, ഗുണ്ടല്ല ഗുണ്ടി. എന്നിട്ടിപ്പോ ഒരു ഉണ്ടയാകുകയും ചെയ്തില്ല. പാർട്ടിയുടെ വിലയില്ല, കാണുന്നോടന്നൊക്കെ തുപ്പും ആട്ടലും മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് ഉള്ള അവസ്ഥ. മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി കളിച്ചുമ്പോ നല്ലോണം ആലോചിക്കണം. സ്വന്തം തള്ളന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത മാതിരി ആവൂല മറ്റുള്ളവരോട് കയറിക്കാവും, നല്ല പണി അങ്ങോട്ട് കിട്ടും. ഒന്ന് ആലോചിച്ചൊക്കെ. ഭയങ്കര ഷെരീഫിനെ അറിയില്ല ആരും, ഷെരീഫിന് വിലയില്ല, ഷെരീഫിനെ എവിടെ ചോദിച്ചു, ഷെരീഫിനെ എവിടെ ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ. ഷെരീഫിന് അന്തസ്സായി പറ, എന്താ അറിയോ, ഞാൻ എന്റെ ഉമ്മാനും ഉപ്പാനും പൊന്നു പോലെ നോക്കുന്നുണ്ടെന്ന്. അതിനേറെ വേറെ ഒരു അഹങ്കാരം ഈ ദുനിയാവിൽ ഷെരീഫിന് ഇല്ലാന്ന് എനിക്ക് തീർത്ത് പറയാം. എന്റെ ഉമ്മ അല്ലെ എന്റെ വാപ്പാനോട് പോയി ചോദിച്ചാൽ അറിയാം. പിന്നെ ഞാൻ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഞാൻ ചെലവിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ എന്റെ കൂടപ്പറപ്പുകളോട് എങ്ങനെയാണോ ഒരു മനുഷ്യൻ നിൽക്കുക, അതിലേറെ സൗഹൃദത്തിലും അതിലേറെ സ്നേഹത്തിലുമാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ അഹങ്കാരം, അറിയോ? അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞ അടുക്കള പ്രശ്നത്തിലും കക്കൂസില് പോയപ്പോ മറ്റേ തൊട്ടിപ്പാത്രത്തില് കപ്പില്ല എന്ന് പറഞ്ഞ ലൈവ് ഇടുക, എന്നിട്ട് പോലെ തെറി പറയാ, ഇതൊക്കെ അല്ലേ എന്റെ സംസ്കാരം. അപ്പൊ ഇജ്ജും ഞാനും എവിടെ കിടക്കും? എന്നിട്ട് ആ ഇജ്ജ മണ്ണാർക്കാട്ടുകാര് ഇനിയും വെച്ചിട്ട് അളക്കാൻ വന്നിക്കണത്. മണ്ണാർക്കാട്ടുകാരെ ആരാന്നുള്ളത് ഇപ്പൊ എനിക്ക് ഏറെക്കുറെ തെറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ അറിയോ, ഇജ്ജ് അതേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ എന്നോട് പലരും പറയലുണ്ട് എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും ഒക്കെ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അവിടെ ഇല്ലാന്നേ ഉള്ളൂ. ഒക്കെ ഞാൻ വിവരങ്ങൾ അറിയുന്നുണ്ട്. എന്റെ കൂടെ ഉണ്ടായിരുന്ന വലങ്കൈ ഇപ്പൊ എവിടെ? ഇങ്ങോട്ട് വന്ന എന്നെ കെട്ടി എടുത്ത് ഇവിടെ കൊടുന്ന് ആക്കി തന്ന ഒരാളുണ്ടായിരുന്നില്ലേ, എവിടെ? ഇപ്പല്ലല്ലോ, അതും പോയില്ലേ. എന്തൊക്കെയായിരുന്നു. എന്നിട്ടും എനക്ക് ഷെരീഫിന് ഇവിടെ വിലയില്ല, ഷെരീഫിനെ ഇവിടെ ആർക്കും അറിയില്ല അല്ലേ? ഷെരീഫിനെ ഇവിടെ ആർക്കും അറിയാതാണല്ലോ ഇപ്പൊ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നടക്കണത്. ഒരു പട്ടിയുടെ വില അല്ലാതെ ഒപ്പം ഉണ്ടായിരുന്നോല് പോലും അന്നെ ഒഴിവാക്കി പോയി. അത് ഷെരീഫിന് ഇവിടെ ആരും അറിയാനിട്ടല്ലേ, അല്ലേ? അതെന്താ അറിയോ, ഈ കളിച്ച ആള് മാറി, അതുകൊണ്ടാണ്. പിന്നെ എന്റെ ഉസുറും പുളിയും ഉഷാറൊക്കെ ഇപ്പൊ എന്താണെന്നുള്ളത് എന്റെ കമന്റ് എടുത്ത് നോക്കിയാൽ അറിയും. ഏത് പലരും പറയുന്നുണ്ടല്ലോ ചാർജ് കഴിഞ്ഞിക്കണു എന്നുള്ളത്. അത് എം ടി ആകണ വരെ ഷെരീഫ് ഇങ്ങനെ ഉണ്ടാവും ഇവിടെ, കേട്ടോ. വളരെ കേറി പിടിച്ചല്ലേ. നിങ്ങൾ ആരും ഇതൊന്നും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ല എന്നുള്ളത്. ആരും അറിയാതെ പോയി കൊടുത്തൊരു കംപ്ലൈന്റ് ആണ്. ഓന്റെ വാപ്പിയും കേറി പിടിച്ചല്ലെന്ന്. ഈ സത്യം എന്ന് പറയുന്ന സംഗതി ഇല്ലേ, അത് എത്ര മറച്ചു വെച്ചാലും അത് പുറത്തു വരും. അതിനൊരിക്കലും നമുക്ക് എല്ലാ കാലവും ഒളിപ്പിച്ചേക്കാൻ കഴിയൂല. നുണ കൊണ്ട് കൊട്ടാരങ്ങൾക്ക് കെട്ടാം, നോ പ്രോബ്ലം. പക്ഷെ അതിന്റെ അടിത്തറല്ലേ, അടിത്തറയോടുക്കനെ പൊളിഞ്ഞു ചാടുക. അത് ചിലപ്പോ നിങ്ങൾക്ക് താങ്ങാൻ കഴിയൂല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ പോലും അതിൽ നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും നിങ്ങൾ സത്യം പറഞ്ഞ് പഠിക്കണം എന്ന് പറയുന്നത്. അതൊരു സംസ്കാരമാണ്, അതൊരു കുടുംബത്തിന് കിട്ടുന്ന കാര്യമാണ്. അല്ല, ഇതിപ്പോ ഞങ്ങളോടാട്ടാ പറയണേ, അല്ലാതെ ഇപ്പൊ ഓളോടൊന്നും അല്ല. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിലും നല്ല 4 സ്ഥലത്തിരുന്ന് ചെല്ലണതാ. ഓളെ നന്മ പഠിപ്പിച്ച് ഇറങ്ങിയേക്കാട്ടും നല്ലത്. അത് പോട്ടെ. പിന്നെന്താന്നിട്ട് നിങ്ങളൊക്കെ പാടെ സുഖല്ലേ? എന്നാ പിന്നെ ഞാൻ പോയാലോ? എന്താ പാട്ട് പാടാനോ? ഇനി നിർബന്ധിക്കല്ലേ, ഞാൻ പാടും ചെലപ്പോ. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചം. ഒരു പയ്യല്ലേ കരഞ്ഞത്. ഇതാണ് അവസ്ഥ.